എൻട്രീനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ വേക്കൻസി ഡീറ്റെയിൽസും ഇവർ കളക്ട് ചെയ്ത് നമ്മളെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന മേജർ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ CV സെഷൻ HR സെഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയ ആളുകളാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഈ അസൈൻമെൻറ്റ്സിൻ്റെ അകത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്ത ആളുകൾക്ക് ജോലി കിട്ടുന്നുമുണ്ട്. അതാണ് ഇപ്പം ഈ റിസൾട്ട് അത് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണലായി. അതായത് ഇപ്പം ഒരു കമ്പനിയിൽ ഇപ്പം സച്ചിന് ഞാൻ എൻ്റെ കമ്പനി എടുക്കുകയാണെങ്കിൽ സച്ചിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സച്ചിൻ ടെക്നിക്കലി ചിലപ്പോൾ വീക്കായിരിക്കാന്ന് വെച്ചാൽ സച്ചിന് ഒരു ഓണർഷിപ്പ് എടുത്തിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റും. സച്ചിൻ ചെയ്യുന്ന സാധനം സച്ചിൻ്റെ വർക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേണമെന്നുള്ള രീതിയിലാണ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ടാണ് സച്ചിൻ ചെയ്യുന്നത്. സച്ചിൻ അറിയാത്ത കാര്യങ്ങൾ സച്ചിൻ എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിക്കും. മാനേജറിൻ്റെ അടുത്തു നിന്നാണെങ്കിലും കൊളീഗ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഓൺലൈനാണെങ്കിലും എടുക്കും. ഇങ്ങനെ സച്ചിൻ അപ്ഡേറ്റ് ചെയ്യുമ്പം സച്ചിൻ്റെ ഒരു പ്രൊഫഷണലിസം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, ഗ്രോത്ത് വരികയാണ്. അപ്പോൾ ആസ് എ മാനേജർ സച്ചിനെ ആ ഒരു കമ്പനിയിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇമ്പ്രസ്ഡ് ആവും. ഈ സാധനമാണ് ഞാൻ കോഴ്സിലും പറയുന്നത്. അസൈൻമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓണർഷിപ്പ് എടുക്കാനുള്ളൊരു സാധനമാണ്. ഓക്കെ, കോഴ്സ് പോലെ കാണരുത്. ഓക്കെ, എൻ്റെ ലൈഫാണ്. ഞാൻ കമ്പനി പോയിട്ട് സാർ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ ഓണർഷിപ്പാണ്, നിങ്ങളുടെ പ്രൊഫഷണൽസാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യണത്. ഓഫ് കോഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശരിയാവണമെന്നില്ല. ചോദിക്കാൻ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്, നിങ്ങൾ ചോദിക്കണം അല്ലേ. അല്ലാതെ സാർ എനിക്കത് മനസ്സിലായില്ല, ഞാനതുകൊണ്ട് ചെയ്യണില്ല, കമ്പനി പോയിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ടാറ്റ വരണ്ടെന്നുള്ള രീതിയിലാണ് പറയാം. സോ ചോദിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ ടെക്നിക്കലായിട്ട് നിങ്ങളുടെ ഒരു ഓണർഷിപ്പ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഒരു പ്രൊഫഷണലിസം, നിങ്ങളുടെ ഒരു ടെക്നിക്കൽ സ്കിൽസ്, ഇതാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഒരു കമ്പനീൻ്റെ ആവശ്യമുള്ള സാധനം. ഓക്കെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അസൈൻമെൻറ്റ്സും വർക്ക്ഷോപ്പും ചെയ്തേ പറ്റൂ. നിങ്ങളിപ്പോൾ ഒരു ലിബറലായിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ടൈം ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ബേസിക്കലി നമ്മൾ നോക്കുന്ന സ്റ്റുഡൻറ്റ് വിത്തിൻ ദ ടൈം ലൈൻ, കമ്പനിയിലാണെങ്കിലും ഒരു ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടാവും. ആ ഡേറ്റിന് പിറ്റേ ദിവസം ടെൻഡർ എടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് മില്യൺസ് ഓഫ് വർക്കിൻ്റെ പ്രോജക്റ്റ് അവിടെ ലോസാണ്. ആ ടൈംലി സബ്മിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ടാണ്. നിങ്ങൾ കോളേജിൽ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ വേറെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഓവറോൾ ഒരു പ്രൊഫഷണലായിട്ട് മാറ്റുകയാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ. ഓക്കെ, എന്നാൽ മാത്രമാണ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അസൈൻമെൻറ്റ്സ് ആണെങ്കിലും വർക്ക്ഷോപ്പ് ആണെങ്കിലും അതൊരു ഓണർഷിപ്പിൻ്റെ ഒരു ബിഹേവിയർ ചേഞ്ച് കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ.